ഇന്ന് ക്ലീനിങ് ഡേ ആയാലോ? നമ്മുടെ ഒരു സ്വപ്നമാണ് നമ്മുടെ വീട്. നമ്മുടെ സ്വപ്നത്തിലെ കാര്യങ്ങളിൽ എപ്പോഴും സന്തോഷമായിരിക്കാനല്ലേ നമ്മൾ ആഗ്രഹിക്കുക. അതുപോലെ നമ്മുടെ വീടും പരിസരവും എപ്പോഴും വൃത്തിയായി സൂക്ഷിച്ചാൽ നമുക്ക് എപ്പോഴും ഒരു പോസിറ്റീവ് എനർജിയാണ് ഉണ്ടാവുക. അപ്പോൾ ഇന്ന് ഞാൻ എൻ്റെ ജനലുകളും വാതിലുകളും എല്ലാം ഒന്ന് തുറന്നിട്ട് പൊടിയെല്ലാം തട്ടി വൃത്തിയാക്കി നോക്കുകയാണ്. ബെഡ്ഷീറ്റെല്ലാം മാറി അലക്കാനിട്ടു. അടിച്ചു വാരി എല്ലാം തുടയ്ക്കും. എല്ലാ ദിവസവും അടിച്ചു വാരി തുടയ്ക്കും. പക്ഷേ ഇന്ന് പൊടി തട്ടുന്ന ദിവസമാണ്. ഇപ്പോൾ ഫാനിലും ഇതിലൊക്കെ നമ്മൾ കാണാത്ത പൊടികൾ ഇഷ്ടം പോലെ ഉണ്ടാകും. ഫാനൊക്കെ തുടക്കുക കുറച്ച് കഷ്ടപ്പാടാണ്. എന്നാലും അത് നമ്മൾ ചെയ്തിരിക്കണം. അതിനിടയിൽ അലക്കാനുണ്ട്. അലക്കാനുള്ള ഡ്രസ്സുകൾ വാഷിംഗ് മെഷീനിൽ കൊണ്ടിട്ടു. വീണ്ടും പണിയിലേക്ക് തിരിഞ്ഞു. അന്നുള്ള ഡ്രസ്സുകൾ അന്നു തന്നെ അലക്കി സൂക്ഷിച്ചാൽ നമുക്ക് അത്ര ബുദ്ധിമുട്ടൊന്നും തോന്നില്ല അല്ലേ. പിന്നെയുള്ളത് നമ്മുടെ വേസ്റ്റുകളാണ്. ഒരുപാട് സാധനങ്ങൾ വാങ്ങിക്കുന്ന നമ്മുടെ വീട്ടിൽ ഒരുപാട് സാധനങ്ങൾ ബാക്കി വരും. പിന്നെ നമ്മൾ ഉപയോഗിച്ചതായ സാധനങ്ങൾ, നമുക്ക് വേണ്ടാതെ കളയാത്ത സാധനങ്ങൾ എല്ലാം നമ്മൾ സൂക്ഷിച്ച് വയ്ക്കും. പലരുടെയും പ്രവണതയാണ് ഇത് പിന്നീട് എപ്പോഴെങ്കിലും ഉപയോഗിക്കാമല്ലോ എന്ന് കരുതി മാറ്റി വയ്ക്കും. പക്ഷേ അങ്ങനെ ഒരു പ്രവണത ഇല്ലാതാക്കി നമുക്ക് വേണ്ടാത്ത വസ്തുക്കൾ അപ്പോൾ തന്നെ ഡിസ്പോസ് ചെയ്യുക. അപ്പോൾ തന്നെ നമ്മുടെ വീട് പകുതി വൃത്തിയാകും. അടുക്കളയുടെ കാര്യം പറഞ്ഞാലും അങ്ങനെയാണ്. അടുക്കളയിലും നമ്മളെപ്പോഴും മാലിന്യങ്ങൾ സൂക്ഷിച്ച് വയ്ക്കും. അങ്ങനെ ഇല്ലാതാക്കി നോക്കൂ. മാലിന്യങ്ങൾ അപ്പോൾ തന്നെ നമ്മൾ ഒരു വേസ്റ്റ് ബിൻ ഉണ്ടാക്കുക. ബയോ വേസ്റ്റ് ഉണ്ടാക്കിയാൽ അത്രയും നല്ലത്. അമ്മമാർക്ക് അത് നല്ലൊരു കാര്യമാണ്. ഒരു ബയോ വേസ്റ്റ് ഉണ്ടാക്കി അതിലേക്ക് നമ്മളുടെ മാലിന്യങ്ങൾ തട്ടിയാൽ നമ്മുടെ ചെടിക്കും പച്ചക്കറികൾക്കും അതൊരു വളമാവുകയും ചെയ്യും. നമ്മുടെ അടുക്കള വൃത്തിയായി സൂക്ഷിക്കാൻ നമുക്ക് കഴിയുകയും ചെയ്യും. അടുക്കളയിൽ എടുത്ത സാധനങ്ങൾ എടുത്തെടുത്ത് തന്നെ വെച്ച് ഏതെല്ലാം എവിടെയാണോ അവിടെ തന്നെ വയ്ക്കുക. ഇങ്ങനെയെല്ലാം ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് പകുതി ജോലിഭാരം കുറഞ്ഞു കിട്ടും. രാത്രിയായി കഴിഞ്ഞാൽ കിച്ചണെല്ലാം വൃത്തിയായി ഒരു മാലിന്യം പോലും അവിടെ അവശേഷിക്കാതെ തന്നെ വൃത്തിയാക്കിയിട്ടാൽ രാവിലെ നമുക്കൊരു പോസിറ്റീവ് എനർജിയാണ് ഉണ്ടാവുക. അടുക്കളയെല്ലാം ക്ലീനായി. അടുക്കളയല്ലേ നമുക്ക് ഏറ്റവും പ്രധാനമായി വൃത്തിയാക്കേണ്ടത്. എല്ലാ ജോലിയിലും സന്തോഷം കണ്ടെത്തി ചെയ്ത് കഴിഞ്ഞാൽ അതിലൊരിക്കലും നമുക്കൊരു ബുദ്ധിമുട്ട് തോന്നുകയില്ല. അപ്പോൾ ഞാൻ രാത്രി എൻ്റെ കിച്ചൺ വൃത്തിയാക്കുന്ന സമയത്താണ് എൻ്റെ ആമ്പലും ഫഹദും. ഒരു പ്രാവശ്യം ഫുഡ് കൊടുത്തു. പിന്നെയും ഫുഡിനുള്ള കിടപ്പാണ് കിടക്കുന്നത്. മണമുള്ള മത്തിയും കടിച്ചെടുത്ത് ഫഹദേ നീ എൻ്റെ മുന്നിൽ വന്നു, ആമ്പലമുണ്ടല്ലോ. ഫുഡ് കൊടുത്തപ്പോൾ ആമ്പലുണ്ടായിരുന്നില്ല. കറങ്ങലൊക്കെ കഴിഞ്ഞ് ഇപ്പോഴാണ് വന്നത്. ഇപ്പോൾ അവൾക്കുള്ള ഭക്ഷണം കൊടുത്ത് എന്നിട്ടും ഒരു പോപ്കോണും കടിച്ചു പിടിച്ച് കിടക്കുകയാണ്. ഈ ചോറിനിൽ പിന്നെയും വന്ന് ചോറ് വയ്ക്കും. അതാണ് അവളുടെ സ്വഭാവം. അവാർഡ് പടം കണക്കാണ്. തുണികളെല്ലാം മടക്കി വെച്ച് റൂം ക്ലീൻ ചെയ്യണം. ഞാനൊരു ജോലിയും കൂടിയുണ്ട്. ഇതെല്ലാം മടക്കി വെച്ച് കഴിഞ്ഞാൽ ബെഡ്ഷീറ്റ് വിരിക്കാനുണ്ട്. എല്ലാം കഴിഞ്ഞു. ബെഡ്ഷീറ്റ് വിരിക്കുക. ഈ ബെഡ്ഷീറ്റ് ഞാൻ ഓൺലൈനായിട്ട് വാങ്ങിച്ചതാണ്. നല്ല ബെഡ്ഷീറ്റാണ്. വിലയ്ക്കനുസരിച്ച ക്വാളിറ്റിയുണ്ട്. സൂപ്പറാണ്. എലാസ്റ്റിക് ഉള്ള ഒരു ബെഡ്ഷീറ്റാണ്. കിച്ചൺ വൃത്തിയായി, എല്ലാം വൃത്തിയായി. ഇനി കിടക്കാൻ പോവുകയാണ്. എല്ലാവർക്കും നല്ലൊരു ശുഭരാത്രി.